അത് ജയിൽ നോമിനേഷൻ നടക്കുന്നുണ്ട്. കിടിലൻ ജയിൽ നോമിനേഷനാണ്. തെറ്റ് ചെയ്താലും ഇല്ലെങ്കിലും അവർക്ക് മനസ്സിലൊരു ധാരണയുണ്ട് ആര് ജയിലിൽ പോകണമെന്ന്. അവരുടെ വായ അടപ്പിച്ചുകൊണ്ട് അവരെല്ലാവരും കൂട്ടമായി ആക്രമിച്ചാൽ ഒരുപക്ഷെ തെറ്റ് ചെയ്തില്ലെങ്കിൽ പോലും ബിഗ് ബോസ് വീട്ടിൽ ജയിലിൽ പോകേണ്ടി വരും. അത്തരത്തിലാണ് കാര്യങ്ങളുടെ പോക്ക്. നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ആദ്യമായിട്ട് കാണുന്ന പ്രേക്ഷകരാണെങ്കിൽ കൂടുതൽ ബിഗ് ബോസ് അപ്ഡേഷനായിട്ട് ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇന്ന് ജയിൽ നോമിനേഷൻ നടക്കുമ്പോൾ അക്ബർ വന്ന് ഷാനവാസിനെ നോമിനേറ്റ് ചെയ്യുന്നുണ്ട്. അതിൻ്റെ റീസൺ ആയിട്ട് അക്ബർ പറയുന്നത് ഒരു സീക്രട്ട് ടാസ്ക് വിളിക്കുമ്പോൾ വിശ്വസിച്ച് അതൊരു കാര്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതുപോലും മനസ്സിലാക്കാതെ ചതിക്കുന്ന ഒരാളായിട്ട് ഹൈലൈറ്റ് ചെയ്തിട്ടാണ് ഷാനവാസിനെ നോമിനേറ്റ് ചെയ്യുന്നത്. ഏറ്റവും കൂടുതൽ ഇവിടെ ചെയ്യുന്നത് അക്ബർ ആണെന്ന് പറഞ്ഞുകൊണ്ട് അക്ബറെ നോമിനേറ്റ് ചെയ്തുകൊണ്ട് ലക്ഷ്മി എത്തുന്നുണ്ട്. അപ്പോൾ ലക്ഷ്മിയും അക്ബറും തമ്മിൽ എന്തോ അവിടെ പ്രശ്നം ഉണ്ടാവുന്നുണ്ട്. ലക്ഷ്മി താഴെ കുത്തിയിരുന്നിട്ടൊക്കെയാണ് നോമിനേറ്റ് ചെയ്യുന്നത്. ഒരു പക്ഷേ എന്തോ ഒരു പ്രശ്നം അവിടെ നടന്നിട്ടുണ്ട് എന്ന് വേണം മനസ്സിലാക്കാൻ. ജയിൽ നോമിനേഷൻ അങ്ങനെയാണല്ലോ, എപ്പോഴും 2-2.5-3 മണിക്കൂറോളം നീളും അവരുടെ ജയിൽ നോമിനേഷൻ. ആരെയും നോമിനേറ്റ് ചെയ്തത് അനീഷിനെയാണ്. നിങ്ങൾ ജയിലിൽ പോയാൽ പോലും നന്നാവില്ല എന്ന് പറയല്ലേ പ്ലീസ് എന്നൊക്കെ പറഞ്ഞ് തൊഴുതുകൊണ്ടൊക്കെയാണ് തിരിച്ച് അനീഷും തൊഴുതു നിൽക്കുന്നുണ്ട്. സാബുമാൻ നോമിനേറ്റ് ചെയ്യുന്നത് ഷാനവാസിനെ തന്നെയാണ്. നോമിനേറ്റ് ചെയ്യണം മിത്രം എന്നൊരു ലേബിൾ തന്നിട്ട് നീ എൻ്റെ വായ ഇങ്ങനെ അടപ്പിക്കരുത് എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര ആക്ഷനോട് കൂടിയിട്ടാണ്. ആക്ഷനോട് സഹിക്കാൻ പറ്റാത്തൊരവസ്ഥയിലാണ് കേട്ടോ. എന്താ ആക്ഷൻ, എന്ത് പറഞ്ഞാലും ഭയങ്കര ആക്ഷൻ, ഭയങ്കര ഹീറോ ചമയലാണ്. ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് കൂടുതലാണ്, ഓവറായിരിക്കുക. മിത്രം എന്ന് പറഞ്ഞുകൊണ്ട് നീ എൻ്റെ വായ അടപ്പിക്കാൻ നോക്കണ്ടെന്ന്. ഒരു തരത്തിലും അനീഷ് മിത്രം എന്ന് പറഞ്ഞിട്ട് ഷാനവാസിൻ്റെ വായ അടപ്പിക്കാൻ നോക്കിയിട്ടില്ലെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. അഥവാ വായ അടപ്പിക്കാൻ നോക്കിയിട്ടുണ്ടെങ്കിൽ വായടക്കുന്ന ആളാണോ? നേരെ തിരിച്ചാണ്. അനീഷിൻ്റെ വായ അടപ്പിക്കാൻ വേണ്ടിയിട്ടാണ് പലപ്പോഴും ഷാനവാസ് ശ്രമിക്കുന്നതായിട്ട് തോന്നിയിട്ടുള്ളത്. എന്തായാലും ആരുടെ വായൊന്നും അങ്ങോട്ടും ഇങ്ങോട്ടും അടപ്പിക്കാനൊന്നും പറ്റില്ല. ഇത് ബിഗ് ബോസ് വീടാണ്. അതുകൊണ്ട് തന്നെ ഷാനവാസ് ഒരു സമയം കിട്ടിക്കഴിഞ്ഞാൽ അനീഷിനെ കുത്തുന്ന പരിപാടി നമ്മൾ തുടക്കം മുതൽ കാണുന്നുണ്ടല്ലോ. അത് തന്നെയാണ് ഇന്നത്തെ ജയിൽ നോമിനേഷനിലും കാണുന്നത്. അനീഷ് ആ സമയത്ത് പറയുന്നുണ്ട് നീ പറഞ്ഞോ. ഷാനവാസ് ഓരോന്ന് പറയുമ്പോൾ തിരിച്ച് അനീഷ് പറയുന്ന സമയത്ത് എല്ലാ കുടുംബാംഗങ്ങളും കൂടി അനീഷിന് നേർക്ക് വരുന്നു. അതിലെ ക്യാപ്റ്റനാണ്. അതിലെ പറയുന്നു ഒന്ന് നിർത്തൂ, മതി, നിങ്ങൾ എന്താ, നിങ്ങൾക്കത് കൊമ്പുണ്ടോ, നിർത്തൂ എന്നൊക്കെ പറഞ്ഞ് അനീഷിനെ വായടപ്പിക്കാൻ നോക്കുന്നു. ജയിൽ നോമിനേഷനിൽ ആ സ്പേസ് ആർക്കണം, അവരല്ലേ പറയണ്ടേ. ഇങ്ങനെ ഇരിക്കുന്നവരെല്ലാവരും പറഞ്ഞാൽ ശരിയാവില്ല. ഒരുപക്ഷെ അതുകൊണ്ടായിരിക്കും അതിൽ പറയുന്നത്. ക്യാപ്റ്റൻ നിലയ്ക്ക് അതിൽ ചെയ്യേണ്ട കാര്യമാണ്. പക്ഷേ അനീഷിനോട് മാത്രം പറയുമ്പോൾ അതൊരു എന്തോ ഒരു പ്രശ്നമില്ലേ? അനീഷിനോട് മാത്രം പറയുന്നത് ശരിയായിട്ടുള്ളൊരു കാര്യമാണോ? നടക്കുന്നുണ്ട്. അവസാനം അതിൽ അപ്പുറത്തെ സൈഡിൽ നിന്നിട്ട് അതിൽ അനീഷിൻ്റെ അടുത്ത് വന്നിരിക്കുകയാണ്. അനീഷ് എന്താണെന്നറിയില്ല, അനീഷ് മിണ്ടാതെ ഇങ്ങനെ ഇരിക്കുന്നുണ്ട്. എന്തൊക്കെയോ അവിടെ നടക്കുന്നുണ്ട്. ഇന്ന് ജയിൽ നോമിനേഷൻ യുദ്ധക്കളമായി മാറാൻ പോവുകയാണ്. അക്കാര്യത്തിൽ യാതൊരു സംശയമില്ല. അത്തരത്തിലാണ് പ്രോമോ പരാമർശിച്ചിരിക്കുന്നത്. നമുക്ക് നോക്കാം. എന്നാൽ അക്ബർ, ലക്ഷ്മി, അനീഷ്, ഷാനവാസ് ഇവരൊക്കെ ജയിൽ നോമിനേഷനിൽ വരുന്നുണ്ട്. ഇതിൽ ഏറ്റവും കൂടുതൽ ജയിൽ നോമിനേഷൻ പേര് വരുന്ന ആരാണോ അവരായിരിക്കും ജയിലിൽ പോകുക. എനിക്ക് തോന്നുന്നു കഴിഞ്ഞ ആഴ്ചയിലെ പോലെ തന്നെ ഷാനവാസും അനീഷും തന്നെ ആയിരിക്കാം ഒരുപക്ഷെ ജയിലിലേക്ക് ഇത്തവണയും പോകുന്നത്. എന്താണെന്നുള്ളത് നമുക്കിത് കണ്ടറിയാം. എല്ലാ അപ്ഡേഷനും നമ്മുടെ ഈ ചാനലിലുണ്ടാകും. ആദ്യമായിട്ട് കാണുന്ന പ്രേക്ഷകരാണെങ്കിൽ കൂടുതൽ ബിഗ് ബോസ് അപ്ഡേഷനായിട്ട് മറക്കാതെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.